السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിക്കാൻ വേണ്ടി, ബഹുമാനിക്കാൻ വേണ്ടി, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മോട് കൽപ്പിക്കപ്പെട്ട ആളുകൾ, വ്യക്തികൾ, വസ്തുക്കൾ, ഇവർക്ക് അവർ അർഹിക്കുന്ന ബഹുമാനവും ആദരവുമെല്ലാം വകവച്ചു കൊടുക്കുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മേക്കാൾ പ്രായമായവരെ, നമ്മേക്കാൾ വയസ്സുള്ള ആളുകളെ അവരെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ വിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കണം. അവരുടെ പ്രായത്തിനനുസരിച്ച് അവരോട് ബഹുമാനത്തോടെ, ആദരവോടെ, പക്വതയോടുകൂടെ പെരുമാറാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും നമ്മേക്കാൾ പ്രായമുള്ള ആളുകളോട് അപമര്യാദയായി നാം സംസാരിക്കാനോ അവരോട് ഇടപഴകാനോ പാടില്ല. നാം തമാശ പറയുമ്പോഴും അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് മറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴും അവരുടെ ആ ആദരവിന്, ബഹുമാനത്തിന് എതിരാകുന്ന രൂപത്തിലുള്ള ഒരു സംസാരവും ഒരു പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്ത് വന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മേക്കാൾ പ്രായമായ ആളുകളെ ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകുന്ന പ്രതിഫലം, ഭൗതികമായ ലോകത്ത് നമുക്ക് നൽകുന്ന പ്രതിഫലം എന്നുള്ളത് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, നീയും പ്രായമാകുമ്പോൾ, നിനക്കും വയസ്സാകുമ്പോൾ നിന്നെ ബഹുമാനിക്കാൻ, നിന്നെ ആദരിക്കാൻ, നിനക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റിയ ഒരു ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുക തന്നെ ചെയ്യുമെന്ന് മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായ ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാ അക്രമ ഷാബുൻ ഷെയ്ഖൻ ലിസിന്നിഹി, ഒരു പ്രായമായ ആളെ, തന്നേക്കാൾ പ്രായമുള്ള വ്യക്തിയെ ഒരാൾ ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ, അയാൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, അയാൾ യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിൽ കയറാൻ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്തു കൊടുത്തു, അതേ ബസ്സിൽ കയറി നമ്മൾ സുഖത്തോടുകൂടെ ഇരിക്കുമ്പോൾ പ്രായമായവൾ കടന്നു വരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ നമ്മുടെ ഇരിപ്പിടം മാറിക്കൊടുത്തു, അദ്ദേഹത്തെ അവിടെ ഇരുത്തി, ഇങ്ങനെ തുടങ്ങിയിട്ട് പ്രായമായ വയസ്സായ ആളുകൾക്ക് ഏതെല്ലാം ഹെൽപ്പുകൾ വേണമോ, എന്തെല്ലാം കാര്യങ്ങൾ വേണമോ അതെല്ലാം നാം കണ്ടറിഞ്ഞുകൊണ്ട് അവിടെ പ്രായത്തെ ബഹുമാനിച്ച്, ആദരിച്ചുകൊണ്ട്, മാനിച്ചുകൊണ്ട് നാം ചെയ്തു കൊടുത്താൽ മുത്തുനബി തങ്ങൾ പറയുന്നു, ഇല്ലാ ഖയ്യദല്ലാഹു ലഹു മൻ യുക്രിമുഹു ഇൻദ സിന്നിഹി, ഇദ്ദേഹം പ്രായമാകുമ്പോൾ, വയസ്സാകുമ്പോൾ അദ്ദേഹത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും അദ്ദേഹത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ പറ്റിയ ആളുകളെ അല്ലാഹു തആല തീർച്ചയായും നിശ്ചയിക്കുക തന്നെ ചെയ്യുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നല്ലൊരു സ്വഭാവം നമ്മളിലുണ്ടാവണം. ഹോസ്പിറ്റലുകളൊക്കെ പോയാൽ ചിലപ്പോൾ ക്യൂവിൽ നിൽക്കുന്ന എത്രയോ പ്രായമായ രോഗികളായ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. നാമും അസുഖബാധിതരാണെങ്കിൽ തന്നെയും ഈ പ്രായമായ ആളേക്കാൾ അത്ര തന്നെ പ്രയാസം നമുക്ക് നേരിടുന്നില്ല എങ്കിൽ നാം ഇരിക്കുന്ന ഇരിപ്പിടം മാറിക്കൊടുത്ത് അവരവിടെ ഇരുത്താനുള്ളൊരു വിശാലമായ മനസ്സ് നമ്മൾ കാണിക്കണം. അതുപോലെ തന്നെ ബസ്സിലും മറ്റുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ അതേ ബസ്സിൻ്റെ കമ്പിയിലും പിടിച്ച് വലിയ പ്രയാസപ്പെട്ട് പ്രായമായ ആളുകൾ, അതുപോലെ ചെറിയ കുഞ്ഞുങ്ങളെ പിടിച്ചു നിൽക്കുന്ന സഹോദരിമാർ, ഇവരെയൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അലിവ് വേണം. അവരെ അവിടെ ഇരുത്താനുള്ള, നമ്മുടെ എഴുന്നേറ്റ് കൊടുക്കാനുള്ള വിശാലമായൊരു മനസ്സ് നമുക്കുണ്ടായി കഴിഞ്ഞാൽ ഇത്തരമൊരു പ്രയാസം നേരിടുന്ന സമയത്ത് നമുക്കും ഒരാളിൽ നിന്ന് എഴുന്നേറ്റ് തന്നിരുന്നെങ്കിൽ അവിടെ നിന്ന് ഇരിക്കാമായിരുന്നല്ലോ എന്നൊക്കെ നാം ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി അവിടെ ആ സീറ്റ് ഒഴിവാക്കി തരാൻ വിശാലമായ മനസ്സുള്ള ഒരാൾ അല്ലാഹു തആല ക്ഷയിക്കുമെന്നാണ് ഇപ്പറഞ്ഞതിന് അർത്ഥമെന്ന് ഈ ഹദീസുകളിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരുണ്യവാനായ റബ്ബ് നമ്മുടെയൊക്കെ മനസ്സിന് വിശാലത നൽകി മറ്റുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അത് കാരണം വിഹത്തിലും പരത്തിലും അല്ലാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട്, കാരുണ്യം കൊണ്ട് നമ്മെ പൊതിയുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.